പൂരം കലക്കലിൽ അന്വേഷണമുണ്ടോ? പൂരം കലക്കലിൽ അന്വേഷണം നടന്നിട്ടില്ലെന്ന് പോലീസിന്റെ വിവരാവകാശ രേഖ. ഈ മറുപടി ഞെട്ടിക്കുന്നതാണെന്ന് CPI നേതാവ് VS സുനിൽകുമാർ പറയുന്നു. പൂരം കലക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണ്. മറുപടിയില്ലാതെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ തനിക്കറിയാവുന്ന കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുമെന്നും സുനിൽകുമാർ മുന്നറിയിപ്പ് നൽകി. പ്രതികരണം കേൾക്കാം. 4 മാസം കഴിഞ്ഞതിന് ശേഷം വിവരാവകാശം ഉന്നയിക്കുമ്പോൾ പറയാണ് അങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടുള്ളതായിട്ട് അറിയില്ല എന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നാൽ മതിയാവും. ഇവിടെ ഒരു പ്രത്യേകമായ രീതിയിൽ വോട്ട് ധ്രുവീകരണം ഉണ്ടാക്കാനും ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട വോട്ടുകൾ കിട്ടാതിരിക്കാനും വേണ്ടി നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നിട്ടുള്ള ഒന്നാണ് ഈ പൂരം കലക്കലും ആ നാടകങ്ങളും. ജെയ്സൺ ചാമവളപ്പിൽ ചേരുന്നു. ജെയ്സൺ ചാമവളപ്പിൽ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ അലങ്കോലപ്പെടുത്തിയത് ആരാണെന്ന് കണ്ടെത്താൻ ADGPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. മുഖ്യമന്ത്രി തന്നെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുവെന്ന് പറഞ്ഞിരുന്നതുമാണ്. പക്ഷേ അന്വേഷണം ഒന്നും നടന്നില്ല എന്ന ആഭ്യന്തര വകുപ്പിന്റെ മറുപടി VS സുനിൽകുമാർ അടക്കമുള്ള CPI നേതാക്കളെ തീർച്ചയായിട്ടും പ്രകോപിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. അന്വേഷണം നടക്കുന്നില്ല എന്നതാണ് വിവരാവകാശത്തിന് ലഭിച്ചിരിക്കുന്ന മറുപടിയെങ്കിൽ അത് വളരെ ഗുരുതരമല്ലേ ജെയ്സൺ? കാരണം അത്തരമൊരു മറുപടി അന്വേഷണം നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറയുകയും അന്വേഷണം നടന്നിട്ടില്ല എന്ന് ആഭ്യന്തര വകുപ്പ് പറയുകയും ചെയ്യുമ്പോൾ അതിൽ വൈരുദ്ധ്യമില്ലേ? അതല്ലേ ഇപ്പോൾ സുനിൽകുമാറിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്? അരുൺകുമാർ, നാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരമൊരു ലൈവിൽ ഇക്കാര്യം വളരെ വ്യക്തമായിരുന്നു. ഇത് സംബന്ധിച്ച ഒരു അന്വേഷണ റിപ്പോർട്ടും പോലീസ് തയ്യാറാക്കിയിട്ടില്ല എന്ന് വളരെ വ്യക്തമാണ് എന്ന് നാം അന്ന് തന്നെ പറഞ്ഞിരുന്നു. അതോടൊപ്പം ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച ഒരു താൽക്കാലികമായ റിപ്പോർട്ട്, ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ട് ഹൈക്കോടതി ആവശ്യപ്പെട്ട പ്രകാരം കൊടുത്തിട്ടുണ്ടാകാമെന്നതായിരുന്നു അന്ന് നാം പറഞ്ഞത്. അത് ശരിയാണെന്ന് ഇപ്പോൾ വന്നിരിക്കുന്നു. പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന വിവരാവകാശ രേഖയിൽ തന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട അലങ്കോലപ്പെട്ട വിഷയത്തിൽ യാതൊരു രീതിയിലുള്ള അന്വേഷണവും നടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ പുറത്തു വന്നതോടുകൂടി 2 മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് ലംഘിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പോലീസും അതുപോലെ തന്നെ ഭരണസിരാ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വാഗ്ദാനങ്ങളെല്ലാം കൊള്ളയാണെന്ന് വരുന്നു എന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും യാഥാർത്ഥ്യം. പക്ഷേ അതേസമയം തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെയും മറ്റു ഇവിടുത്തെ പൂരവുമായി ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ മൊഴി DIG ഓഫീസിൽ രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ആ രേഖപ്പെടുത്തലിനും അപ്പുറത്തേക്ക് ഒരു അന്വേഷണവും പോയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയുണ്ട്. ഇത്തരമൊരു അന്വേഷണ റിപ്പോർട്ട് വരികയാണെങ്കിൽ 2 ചോദ്യങ്ങൾക്ക് പോലീസ് മറുപടി നൽകേണ്ടി വരും. ഈ സംഭവത്തിൽ പോലീസിന് എതിരായ ഒരു റിപ്പോർട്ടായിരിക്കും, പോലീസിനും കൂടി എതിരായ റിപ്പോർട്ടായിരിക്കും പോലീസ് തന്നെ അന്വേഷിച്ചു കൊടുക്കുക. അതോടൊപ്പം ADGP അജിത് കുമാർ അന്ന് തൃശ്ശൂരിലുണ്ടായിരുന്നു. ഈ ചോദ്യം, എന്തിനാണ് ADGP അജിത് കുമാർ തൃശ്ശൂരിൽ വന്നത്? അന്ന് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അജിത് കുമാർ ഈ വിഷയങ്ങളിൽ ഇടപെട്ടതെന്നടക്കമുള്ള നിരവധി ചോദ്യങ്ങൾക്ക് പോലീസിന്റെ ADGP മുതൽ കമ്മീഷണർ വരെയുള്ള ആളുകൾ ഉത്തരം പറയേണ്ടി വരും. അത്തരമൊരു ഉത്തരത്തിൽ അവ്യക്തത ഉള്ളതുകൊണ്ട് തന്നെയാണ് ഒരു അന്വേഷണ റിപ്പോർട്ട് ഇല്ലാതിരിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ സത്യസന്ധമായ ഒരു അന്വേഷണ റിപ്പോർട്ടാണ് പോലീസ് സമർപ്പിക്കുന്നതെങ്കിൽ പോലീസ് കൂടി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു റിപ്പോർട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം പാതി വഴിയിൽ നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ദേവസ്വം ഭാരവാഹികളിൽ നിന്ന് മൊഴിയെടുപ്പിന് അപ്പുറത്തേക്ക് ഒരു രീതിയിലുള്ള അന്വേഷണവും നടന്നിട്ടില്ല. ഇത് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചാണ്. പക്ഷേ ഇപ്പോൾ അതിന് രേഖകൾ സഹിതം, രേഖകളുടെ പിൻബലത്തിൽ പോലീസ് വ്യക്തമാക്കുന്നു. അരുൺകുമാർ, ജെയ്സൺ, അതായത് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളുടെ മൊഴികൾ എടുത്തു എന്നാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കിയത്. അപ്പോൾ ആ മൊഴികൾ എടുത്തു എന്നതിനും അപ്പുറത്തേക്ക് അന്വേഷണം നടന്നിട്ടില്ലെന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ് നേരത്തെ നിശ്ചയിച്ചതുപോലെ അന്വേഷണം വൈകുന്നു എന്നാണോ മനസ്സിലാകുന്നത്? ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത്? അന്വേഷണം പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഈ പൂരവുമായി ബന്ധപ്പെട്ട ദേവസ്വങ്ങളുടെയും അതുമായി ബന്ധപ്പെട്ട പോലീസ് ഇതര കക്ഷികളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. DIG ഓഫീസ്, തൃശ്ശൂർ DIG ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള പ്രത്യേക നിർദ്ദേശപ്രകാരം മാസങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയുടെയും പാറമേക്കാവ് ഭാരവാഹികളുടെയൊക്കെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴി രേഖപ്പെടുത്തിയതിനപ്പുറത്തേക്ക് പോലീസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് മൊഴിയെടുക്കാനോ അല്ലെങ്കിൽ അതിനൊരു സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കാനോ ഒന്നും പോലീസ് തയ്യാറായിട്ടില്ല. അതിന് പകരമായി ആ മൊഴിയെടുപ്പ് കഴിഞ്ഞ ശേഷം ആ ഫയൽ അതുപോലെ തന്നെ അവിടെ മടക്കി വെച്ചു എന്നതിനപ്പുറത്തേക്ക് യാതൊരു നടപടികളിലേക്ക് പോലീസ് പോയിട്ടില്ല. ഇതിനെതിരെയാണ് ഇപ്പോൾ VS സുനിൽകുമാർ
രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ വിക്ടിം എന്ന് പറയുന്നതിൽ ഒരാൾ VS സുനിൽകുമാറാണ്. അന്ന് തെരഞ്ഞെടുപ്പിൽ പരാജയത്തിൽ ഒരു പ്രധാന കാരണമായി പൊതുവെ വിലയിരുത്തപ്പെടുന്നത് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാരിൽ വിശ്വാസമുണ്ട്, പോലീസിലല്ല വിശ്വാസം, സർക്കാരിൽ വിശ്വാസമുണ്ടെന്ന് VS സുനിൽകുമാർ ആവർത്തിക്കുമ്പോഴും യാതൊരു വിശ്വാസത്തിനും അടിസ്ഥാനമില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന രേഖകൾ. ഇപ്പോൾ റിനുവിലേക്ക് കൂടി ഒന്ന് പോയി വരാം. മന്ത്രിയുമായ കെ രാജനെ ഞാനൊന്ന് റിനുവിലേക്ക് പോയി വരാം. റിനു ശ്രീധർ,